الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അതിഥി മുഷ്താഖ് സാഹിബ്, എല്ലാവർക്കും കരുണാമയനായ അല്ലാഹു തആല രക്ഷയും സമാധാനവും കാരുണ്യവും കൃപയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയം ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ തലക്കെട്ട് സർവമത സത്യവാദം, സത്യവും മിഥ്യയും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക്, പല മതങ്ങളും ജാതികളും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മൾ ആദ്യമായി ചില സംഗതികൾ മനസ്സിലാക്കണം. എൻ്റെ മതമാണ്, നമ്മുടെ മതം ആണ് ശരി എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റുള്ള മതക്കാരെയൊക്കെ അടച്ചാക്ഷേപിക്കുകയോ അവരെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ നമ്മുടെ ലക്ഷ്യമല്ല. എൻ്റെ മതം പരിശുദ്ധ ഇസ്ലാം, അത് സത്യമാണ്. അത് സ്വീകരിച്ച് ജീവിച്ചാലേ പരലോകത്ത് രക്ഷയുള്ളൂ, സ്വർഗം ലഭിക്കുകയുള്ളൂ, നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ ഹക്ക്, സത്യം, വസ്തുത, അത് നമ്മൾ കൃത്യമായി അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അത് കരുതി മറ്റുള്ള ആളുകൾ, മറ്റുള്ള സമൂഹങ്ങൾ, അവരോടുള്ള നമ്മുടെ നിലപാടുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ വിശ്വസിക്കുവാനും അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവ നിർവഹിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് നമ്മൾ അറിയുക. എന്ന് മാത്രമല്ല, അന്യമതസ്ഥരായ ആളുകളെ കണ്ടാൽ അവരോട് മിണ്ടാൻ, സംസാരിക്കാൻ, പുഞ്ചിരിക്കാൻ ഒരു മുസ്ലിമിന് പ്രയാസമില്ല, പ്രയാസമുണ്ടാകാനായിട്ട് പാടുള്ളതല്ല. ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലിലോ ഫാക്ടറിയിലോ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ മറ്റുള്ള ജോലി സ്ഥലങ്ങളിലോ ഒന്നിച്ച് വർക്ക് ചെയ്യുവാൻ പ്രശ്നമില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നത് നന്മയിൽ, പുണ്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരോട് നന്മയിൽ സഹകരിക്കുന്നതിന് ഒരു വിരോധവുമില്ല. ഒരു സദ്യക്ക് ക്ഷണിച്ചാൽ പോലും ആ സദ്യക്കുള്ള ക്ഷണം സ്വീകരിക്കാം, അതിനുള്ള വിരോധമില്ല. അത് ഇസ്ലാമിക
തത്വങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സദ്യയാണ് എങ്കിൽ അതിന് വിരോധമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്, ഈ ആളുകളെ കണ്ടാൽ മിണ്ടുക, സംസാരിക്കുക, പുഞ്ചിരിക്കുക, അതുപോലെ അയൽവാസികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും. നമ്മുടെ തൊട്ട് അയൽപക്കത്ത് ഒരുപക്ഷെ അവിടെ ജോസഫോ ഗോപാലകൃഷ്ണനോ ഒക്കെ ആയിരിക്കാം, അന്യമതസ്ഥരായിരിക്കാം. അപ്പം അവരോട് സൗഹാർദ്ദത്തിൽ കഴിയാൻ നമ്മുടെ ഈമാൻ അത് തടസ്സമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, അവരോടൊന്നിച്ച് ബിസിനസ് ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായത്തിൻ്റെ തലക്കെട്ട്, അതിൻ്റെ ഹെഡിങ് തന്നെ ബാബു മുഷാറകത്തി ദിമ്മിയ്യ വൽ മുശ്രിക്കീന ഫിൽ മുസാറഅ. കൃഷി, അഗ്രികൾച്ചർ എന്ന് പറയുന്ന കാർഷിക വൃത്തി, അത് ബഹുദൈവ വിശ്വാസികളുമായി ചേർന്നുകൊണ്ട് അതോടൊപ്പം മുസ്ലിങ്ങളുമായി സൗഹൃദത്തിൽ കഴിയുന്ന ആളുകളുമായി ചേർന്നുകൊണ്ട് കൃത്യമായ വ്യവസ്ഥ പ്രകാരം കൃഷി ചെയ്യൽ അനുവദനീയമാണ് എന്ന് വ്യക്തമാക്കുന്ന അധ്യായം എന്നാണ് ബാബു മുഷാറകത്തി ദിമ്മിയ്യ വൽ മുശ്രിക്കീന ഫിൽ മുസാറഅ എന്നുള്ള ആ തലക്കെട്ടിൻ്റെ അർത്ഥം. വളരെ സിമ്പിളായിട്ട് ഇസ്ലാമിൻ്റെ സുന്ദരമുഖം മനസ്സിലാക്കാനായിട്ട് ആ അധ്യായത്തിലുള്ള ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് നിവേദനം, ഖാല അഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ പ്രവാചകനാണ്. ആ പ്രവാചകൻ എന്ത് ചെയ്തു? നൽകി. എവിടെ നൽകി? ഖൈബർ. ഖൈബറിൽ വെച്ചാണ് നൽകിയത്. എന്താണ്, ആർക്കാണ് നൽകിയത്? അൽ യഹൂദ, ജൂത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് നൽകിയത്. എന്തിനാണ് നൽകുന്നത്? എന്താണ് നൽകുന്നത്? ഭൂമിയാണ് നൽകുന്നത്. എന്തിനാ നൽകുന്നത്? അയ്യഅമലുഹാ വയസ്റഉഹാ, അതിൽ കാർഷിക വൃത്തി നടത്തുന്നതിന് വേണ്ടിയാണ് അള്ളാന്റെ റസൂല് ഇതാ ഖൈബർ എന്ന് പറഞ്ഞാൽ മദീനയുടെ ഏതാണ്ട് ഒരു 150-180 കിലോമീറ്റർ വ്യത്യാസമാണ്. ആ സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം സ്വഹീഹുൽ ബുഖാരിയുടെ 2366 നമ്പർ വചനത്തിൽ പറയുകയാണ്, രേഖപ്പെടുത്തുകയാണ്. ജൂത സമൂഹത്തിൽപ്പെട്ട ജൂത വിശ്വാസികളായിട്ടുള്ള ആളുകളുമായി ചേർന്നിട്ട് ആരാണ് കൃഷി നടത്തുന്നത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യഅമലുഹാ വയസ്റഉഹാ, അവിടെ കൃഷി നടത്താനായിട്ട് നൽകുകയാണ്. എന്താണ് വ്യവസ്ഥ? വലഹും ശത്റമാ യുഖ്രിജു മിൻഹാ, അവിടെ ഉണ്ടാകുന്ന കാർഷികോൽപ്പന്നത്തിന്റെ പകുതി ഭൂമിയുടെ ഉടമസ്ഥനായ നബിക്ക്, അവിടെ ഉണ്ടാകുന്ന കാർഷികോൽപ്പന്നത്തിന്റെ പകുതി അവിടെ കൃഷി ചെയ്യുന്ന കർഷക തൊഴിലാളികളായിട്ടുള്ള ജൂത സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും. അപ്പൊ ഇങ്ങനെ അന്യമതങ്ങള് വിശ്വസിക്കുന്ന അന്യമതങ്ങളിലുള്ള ആളുകൾ, അവരോട് ക്രയവിക്രയങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ നന്മയും സൗഹാർദ്ദവുമുള്ള ഖുർആൻ അംഗീകരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിന് ഇസ്ലാം അതിന് പ്രോത്സാഹനം, അതിന് അനുവദിക്കുകയാണ്, പ്രോത്സാഹനം നൽകുകയാണ്. ഒരിക്കലും തടസ്സമല്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഒരു അമുസ്ലിമിനെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടെ സർവമത സത്യവാദം, സത്യവും മിഥ്യയും എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നെഞ്ചേറ്റിയിട്ടുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹനായി കൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന് ഞാനിതാ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ രൂഢമൂലമാക്കിക്കൊണ്ട് എൻ്റെ നാവും ചുണ്ടും ഉപയോഗിച്ചുകൊണ്ട്
പ്രഖ്യാപിക്കുകയാണ്, സാക്ഷ്യം വഹിക്കുകയാണ് എന്നുള്ള ആ സത്യസാക്ഷ്യത്തിന്റെ വചനമുണ്ടല്ലോ. മുഹമ്മദ് അള്ളാഹുവിന്റെ തിരുദൂതനാകുന്നു, അള്ളാഹുവിന്റെ ദാസനാകുന്നു, അവിടത്തെ അന്ത്യപ്രവാചകനാകുന്നു എന്നുള്ള പ്രഖ്യാപനം, അതിനുള്ള സാക്ഷ്യം വഹിക്കൽ, ആ രണ്ട് സത്യസാക്ഷ്യങ്ങൾ നെഞ്ചേറ്റിയിട്ടുള്ള വ്യക്തി, ഇസ്ലാം സ്വീകരിച്ചയാൾ, മുഅ്മിനായിട്ടുള്ള മനുഷ്യൻ, ആ ദീനിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതം അത് സമ്പൂർണമാണ്, അത് സത്യത്തിന്റെ മതമാണ്, ദൈവത്തിന്റെ മതമാണ്. എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? 5-ാം അധ്യായം 3-ാം സൂക്തം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ മതം ഇതാ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം ഞാനിതാ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, മതത്തെ, ഇസ്ലാമിനെ മതമായി ഞാനിതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അപ്പൊ അത്ര സംശുദ്ധമായ മതമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ മതമാണ് അള്ളാഹുവിൻ്റെ മതം, അതാണ് രക്ഷക്കുള്ള മതം, അതാണ് രക്ഷക്കുള്ള പ്രത്യയശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഈ സർവമത സത്യവാദം അല്ലെങ്കിൽ സർവവേദ സത്യവാദം? സർവവേദങ്ങളും സത്യമാണ്, സർവമതങ്ങളും സത്യമാണ്, മതം ഏതായാലും കുഴപ്പമില്ല, മനുഷ്യർ നന്നായാൽ മതി എന്നൊക്കെയുള്ള ചിന്തകളുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇത് എന്നാണ് ഉടലെടുത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉത്തമ നൂറ്റാണ്ട് എന്നുള്ളത്? നബിയുടെ കാലഘട്ടം, സ്വഹാബത്തിന്റെ കാലഘട്ടം, അങ്ങനത്തെ ആ ഉത്തമ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഉടനെ തന്നെ വഹ്ദത്തുൽ വുജൂദ് എന്നുള്ള ഒരു സിദ്ധാന്തം, അദ്വൈതവാദം. വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ അദ്വൈതവാദം, അതാണ് ശങ്കരാചാര്യരുടെ വാദം. അതുപോലെ തന്നെ ഹുലൂൽ എന്ന് പറയും, അവതാര സിദ്ധാന്തം. അതുപോലെ ഇത്തിഹാദ് എന്ന് പറയും. ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ ദൈവസത്തയിൽ വിലയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള അഗ്നിയാരാധകന്മാരുടെ, മജൂസികളായിട്ടുള്ള, അതുപോലെ പേർഷ്യൻ, ഗ്രീക്ക് സിദ്ധാന്തങ്ങൾ, അതുപോലെ തന്നെ ഹൈന്ദവ തത്വങ്ങൾ, ഇതൊക്കെ കൂട്ടിച്ചേർന്നിട്ട് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് സത്യത്തില് സർവമത സത്യവാദം എന്നുള്ള ആ ഒരു ആശയം, ആ ചിന്ത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതില് ഇന്ത്യ മഹാരാജ്യത്ത് അക്ബർ ചക്രവർത്തിയുടെ പുത്രനായിട്ടുള്ള ദാരാ സുക്കോ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ ഹൈന്ദവരുടെ പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യിപ്പിച്ച് അങ്ങനെ ഈ സൂഫി ധാരകളുടെ വിശ്വാസങ്ങളും ഭാരതീയ പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ മിക്സാക്കിയിട്ട് എല്ലാ മതങ്ങളും ഒരു ദൈവത്തിൽ നിന്നാണ്, ഒരേ സംഗതിയാണ്, ഏത് മതം സ്വീകരിച്ചാലും മോക്ഷം ലഭിക്കും, രക്ഷ ലഭിക്കും എന്നുള്ള ആ തത്വം പ്രചരിപ്പിക്കുന്ന ഒരു പ്രചാരകനായി മാറി എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും എന്തിനാണ് ആളുകൾ ഇത് പറയുന്നതെന്നറിയുന്നത്? എല്ലാവരും നല്ലവരാണ്, എല്ലാം ഏത് വിശ്വാസക്കാരനാവട്ടെ അവനോടൊക്കെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. സഹിഷ്ണുതയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്, സഹിഷ്ണുതക്ക് നമുക്കെതിരല്ല, സഹിഷ്ണുത എന്നുള്ളതിന് നമുക്കെതിരല്ല. നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങൾ എന്താണ്? മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, ഖുർആനിന്റെ അനുയായികളാണ്. പന്നിമാംസം നമുക്കെന്താണ്? പറയൂ, നിഷിദ്ധമാണ്, ഹറാമാണ്. അപ്പൊ ഇവിടെ ജീവിക്കുന്ന ഒരു ക്രൈസ്തവനോ ഹൈന്ദവനോ, ക്രൈസ്തവൻ എന്ത് ചെയ്യുന്നു? പന്നിമാംസം കഴിക്കുന്നു. അതിനോട് നമുക്ക് ഒരു അസഹിഷ്ണുതയില്ല. അവന്റെ വിശ്വാസവും അവന്റെ താല്പര്യവുമാണ്. ഹൈന്ദവ സമൂഹം, നമ്മൾ പശുവിന്റെ മാംസം കഴിക്കുന്നു, അവരത് കഴിക്കുന്നില്ല. അപ്പൊ നമുക്ക് അവരോടെന്തല്ല, അതിൻ്റെ പേരിൽ വിദ്വേഷമില്ല, വെറുപ്പില്ല. നമ്മുടെ വിശ്വാസം നമ്മൾ പുലർത്തുന്നു, അതിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ
സഹിഷ്ണുത എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, എല്ലാവരുടെയും ചിരിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് അവരുടെ എല്ലാ മതങ്ങളും ശരിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ആളുകൾ പോകുകയാണ്. ഇതാണ് തെറ്റായിട്ടുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കുക, സഹിഷ്ണുത ഒന്ന്, അതുപോലെ സൗഹാർദ്ദം മറ്റൊന്ന് എന്നുള്ളതാണ്. കൃത്യം നമ്മൾ മനസ്സിലാക്കണം. സഹിഷ്ണുത അത് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ആ സഹിഷ്ണുത പറഞ്ഞ് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങൾ ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. വഹദത്തുൽ അദിയാൻ, ദീന് അദിയാൻ, മതങ്ങൾ. വഹദത്തുൽ അദിയാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഒന്നാണ്. അതുപോലെ തൗഹീദുൽ അദിയാൻ, എല്ലാ മതങ്ങളും ഏകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ചിന്താധാരകളും. എന്ന് മാത്രമല്ല, ബൈബിള്, അതുപോലെ തന്നെ ഗീത, ഖുർആൻ, തോറ, ഇതൊക്കെ ഒരുമിച്ച് ഇതിൻ്റെ ആശയങ്ങളെടുത്ത് ഒറ്റ ഗ്രന്ഥമാക്കി എല്ലാം സത്യമാണ് എന്നുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രചാരണങ്ങളും പ്രബോധനങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കേരളക്കരയിൽ ചുരുക്കി പറഞ്ഞാൽ CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി, ഒരു വ്യക്തി, അദ്ദേഹം ഈ ആശയങ്ങളുമായി കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് അതുപോലെ പ്രഭാഷണങ്ങൾ നിർവഹിച്ചിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്നുള്ളതാണ്. അതുപോലെ ഖുർആൻ അകമ്പൊരുള്ളൊരു മാനവിക വായന എന്നുള്ളതാണ് മറ്റൊരു ഗ്രന്ഥം. അതിനകത്ത് അദ്ദേഹം എഴുതുന്ന ഒരു വരി ഞാൻ വായിക്കാം. അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്: ദൈവമേ, സ്വർഗ നരകങ്ങൾ വീതം വെച്ച് നരകത്തിലേക്കുള്ള ആളുകൾ അന്വേഷിക്കുന്ന മതക്കണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷയൊരുക്കണമേ എന്ന്. പരിശുദ്ധ ഖുർആൻ ഒരു തവണ വായിക്കുന്ന, ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയുന്ന ഒരാളും ആ രൂപത്തിൽ എഴുതുകയോ പറയുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരലോകത്ത് രക്ഷ വേണോ, പരലോകത്ത് നരകത്തിൽ നിന്നുള്ള മോചനം വേണോ, സ്വർഗപ്രവേശനം വേണോ, ഈമാൻ സ്വീകരിക്കണം. ഈമാനില്ലാതെ അത് സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 4-ാം അധ്യായം 124, സൂറത്തുൻ നിസാ 124 നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു തആല പറയാൻ: വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദകരിൻ ഔ ഉൻസാ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സൽക്കർമ്മങ്ങൾ ആരനുഷ്ഠിക്കുന്നുവോ, എങ്ങനെ? വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസിയായിക്കൊണ്ട്, സത്യവിശ്വാസത്തോടുകൂടെ വേണം എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം. അല്ല എങ്കിൽ സ്വീകരിക്കൂല. എന്നിട്ട് പറയാൻ, അപ്പോ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കും. വലാ യുളമൂന നഖീറ, അവർ അല്പം പോലും ആക്രമിക്കപ്പെടുകയില്ല, ദ്രോഹിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈമാന് വേണം എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ഈ ആയത്ത് കൃത്യമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഒന്നുകൂടെ ഒരു വ്യക്തത വരാൻ അതിന് തൊട്ട് മുമ്പുള്ള സൂക്തം നമുക്കൊന്ന് പറയാം. ലൈസ ബി അമാനിയിക്കും വലാ അമാനിയ അഹ്ലിൽ കിതാബ്, നിങ്ങളുടെ വ്യാമോഹം പോലെയല്ല. അതായത് എന്തും ഏത് മതവും സ്വീകരിച്ച് അങ്ങനെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാം എന്നുള്ള ഒരു വ്യാമോഹം ഉണ്ടല്ലോ, അത് വേണ്ട. വല അമാനിയ അഹ്ലിൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകളുണ്ടല്ലോ, ജൂത ക്രൈസ്തവ സമൂഹമൊക്കെ, അവരുടെയും വ്യാമോഹം നടപ്പില്ല. മൻ യഅമൽ സൂഅൻ യുജ്സ ബി, ആര് തിന്മ ചെയ്യുന്നുവോ അവർക്ക് അതിൻ്റെ കൂലി പ്രതിഫലം നൽകപ്പെടും. വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസ്വീറ, അവർക്ക് സഹായിയായിട്ടോ രക്ഷാധികാരിയായിട്ടോ ആരെയും കണ്ടെത്തുക സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, എത്രയോ ആയത്തുകളിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അല്ലാഹു തആല പറയാൻ, പരലോകത്ത് സ്വർഗം വേണോ, വിജയം വേണോ, എന്ത് വേണം?
ഈ ദുനിയാവിൽ ഈമാൻ വേണം. ഈ ദുനിയാവിൽ ഈമാൻ വേണം. വളരെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അവരുടെ സംഭവമുണ്ട്. അവർ ചോദിക്കാണ് അള്ളാഹിൻ്റെ റസൂലിനോട്, പ്രവാചകരെ, അള്ളാഹിൻ്റെ റസൂലെ, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്നു ജുദ്ആൻ എന്നാണ്. ഇബ്നു ജുദ്ആൻ റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആന കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹിം വ യുത്ഇമുൽ മിസ്കീൻ. ഇബ്നു ജുദ്ആൻ ജാഹിലിയത്തിലെ കുടുംബ ബന്ധം ചേർക്കുക, സാധുക്കൾക്ക് ഭക്ഷണം നൽകുക, അങ്ങനെയുള്ള അനവധി നന്മകൾ ചെയ്തിരുന്നുവല്ലോ. ഫഹൽ ദാക നാഫിഉ, ഇബ്നു ജുദ്ആൻ പരലോകത്ത് അത് ഉപകാരപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ നോക്കണം, ഇസ്ലാം പറയുന്ന കാര്യമാണ് എന്ത്? സാധുക്കൾക്ക് ഭക്ഷണം നൽകാനും കുടുംബ ബന്ധം ചേർക്കാനൊക്കെ. ഇസ്ലാം പഠിപ്പിക്കുന്ന ഖുർആനിന്റെ ശതക്കണക്കിന് സൂക്തങ്ങളിൽ പറഞ്ഞൊരു കാര്യം ഈ ജാഹിലിയത്തിലുള്ള ആള് ചെയ്തപ്പോ അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ എന്ന് അള്ളാഹിന്റെ റസൂലിനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ യൻഫഉഹു, അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പൊ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈമാൻ സ്വീകരിക്കണം, അമലു സ്വാലിഹാത്തുകൾ വേണം എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നഹു ലം യകുൽ യൗമൻ, അദ്ദേഹം ഒരൊറ്റ ദിവസവും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ പറയല്? റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫല നാളിൽ, ആ വിചാരണക്കെടുക്കുന്ന ദിവസം എൻ്റെ തെറ്റുകള്, എൻ്റെ പാപങ്ങള് എനിക്ക് പുറത്തു തരണേ എന്ന് ഒരു പ്രാർത്ഥന, ഒരു തേട്ടം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് പരലോകത്തിലൊന്നും വിശ്വാസമില്ലാതെ ജീവിച്ചു പോയിട്ടുള്ള ഒരാളാണ്, നന്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ നന്മക്ക് പരലോകത്ത് പുണ്യം ലഭിക്കുകയില്ല, ഇഹലോകത്ത് ലഭിച്ചേക്കാം. സഹോദരങ്ങളെ, ഒരു ഉദാഹരണം പറയാൻ, അതായത് നിങ്ങൾ നോക്കൂ, ഇപ്പോ ഒരു നിർഭയ എന്നൊക്കെ പേരിൽ ഒരു കേന്ദ്രം നടത്തുന്നുണ്ട്. അപ്പൊ അതില് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന, മനോനില തെറ്റിയിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ, അവരെ സംരക്ഷിക്കാൻ അവർക്ക് ചികിത്സ നൽകുന്നു, ഭക്ഷണം നൽകുന്നു, അവർക്ക് ഡ്രസ്സ് നൽകുന്നു, അവർക്ക് ഉറങ്ങാനുള്ള, അതുപോലെ തന്നെ അവർക്ക് അവരെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളൊക്കെ നൽകി ഒരു കേന്ദ്രം നടത്താണ്. അത് വലിയ നന്മയാണ്. അങ്ങനെ ഒരു കേന്ദ്രം ഞാൻ പോയി സന്ദർശിച്ചിട്ടുണ്ട്. അത് നടത്തണമെങ്കിൽ വലിയ അധ്വാനമാണ്. മാനസിക രോഗമുള്ള വിവിധ പ്രായത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും, സുബ്ഹാനല്ലാഹ്, അവർക്ക് എവിടെയാണ് മലമൂത്ര വിസർജനം നിർവഹിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. വിശപ്പായി കഴിഞ്ഞാൽ ആ കാര്യവും വേണ്ടത്ര അറിഞ്ഞൂടാ. ഈ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് പരിചരണം നൽകി വൃത്തിയും ഒക്കെ ആയിട്ട് അവരെ പരിപാലിച്ച് നടത്തുന്ന ഒരു സ്ഥാപനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര അധ്വാനവും എത്ര അതിൻ്റെ പിന്നിലുള്ള ത്യാഗം. പക്ഷെ അതാരാ നടത്തുന്നത്? കുറ്റപ്പെടുത്തല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഇതുകൊണ്ടാണ് തുടക്കത്തിൽ എന്ത് പറഞ്ഞത്? അന്യമതക്കാരോട് നമുക്ക് വിദ്വേഷമല്ല, അവരോട് കണ്ടാൽ പുഞ്ചിരിക്കാം, അവരോട് സാമ്പത്തികമായ ക്രയവിക്രയം നടത്താം എന്നൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ സ്ഥാപനം നടത്തുന്ന ഒരു ഫാദറാണ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈ അമൽ മുൻനിർത്തി, ഈ പ്രവർത്തനം മുൻനിർത്തി നരകമോചനം ലഭിക്കുമോ, സ്വർഗപ്രവേശനം ലഭിക്കുമോ? ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താ? അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. വിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ, അതിന്റെ 23-ാമത്തെ സൂക്തം എല്ലാവരും പഠിക്കേണ്ടതുണ്ട്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ വഖദിംനാ, നാം തിരിയും എന്തിലേക്ക്? ഇലാ മാ അമിലു മിൻ അമലിൻ, കർമ്മങ്ങളായി അവർ ചെയ്തിട്ടുള്ള ആ പ്രവർത്തനത്തിലേക്ക് നാം തിരിയും. ഫജഅൽനാഹു, പരലോകത്താണ്. അല്ലാഹു തആല
എല്ലാവരുടെയും ഈ അവിശ്വാസികളുടെ, അതുപോലെ ബഹുദൈവ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുനാഫിക്കുകൾ ഉൾപ്പെടെയുള്ള കപടവിശ്വാസികൾ ഉൾപ്പെടെയുള്ള ദൈവനിഷേധികളും അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത യുക്തിവാദം എന്ന് പറയുന്ന എല്ലാവരുടെ അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങളിലേക്ക് തിരിയും. ഫജഅൽനാഹു ഹബാഅൻ, അങ്ങനെ അതിനെ നാം എന്ത് ചെയ്യും? ധൂളിയാക്കി മാറ്റുന്ന, വെണ്ണീറാക്കി മാറ്റുന്ന. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റും എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാൻ. സഹോദരങ്ങളെ, ഹിജ്റ 510 വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം ബഗവി അദ്ദേഹത്തിന്റെ മആലിമുത് തൻസീൽ എന്ന് പറയുന്ന തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, അവരുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഐ ബാതുലൻ, അത് നിഷ്ഫലമായി പോകും. ലാ സവാബ ലഹു, അതിന് പ്രതിഫലം കിട്ടുകയില്ല. എവിടെ? ആഖിറത്തിൽ കേട്ടോ. ദുനിയാവിൽ കിട്ടിയേക്കാം, ദുനിയാവിൽ കിട്ടിയേക്കാം. അതിനുള്ള സൂചനകൾ പ്രവാചകന്റെ വചനങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ദുനിയാവിൽ ഏതൊരു മനുഷ്യൻ നന്മ ചെയ്താലും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ദുനിയാവിൽ പ്രതിഫലം കിട്ടിയേക്കാം. പക്ഷെ ആഖിറത്തിൽ നിന്ന് ബാത്തിലാകും, നിഷ്ഫലമാകും, അതിന് പ്രതിഫലം ഉണ്ടാവുകയില്ല എന്നാണ് രേഖപ്പെടുത്തുന്നത്. കാരണം എന്താ? ഫഹും ലം യഅമലൂഹു ലില്ലാഹി അസ്സ വജൽ, കാരണം അവരാ കർമ്മങ്ങളൊക്കെ ചെയ്തത് ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുവിന് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടല്ല, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടല്ല അവരാ കർമ്മം ചെയ്തത് എന്നുള്ളതാണ്. വളരെ ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുകയാണ്. അപ്പോ ഈ സർവവേദങ്ങളും സത്യമാണ്, സർവമതങ്ങളും സത്യമാണ് എന്നുള്ള പ്രചാരണങ്ങൾ പല സ്റ്റേജുകളിൽ നിന്നും പേജുകളിൽ നിന്നും TV ചാനലുകളിലും ഡിബേറ്റുകളിലുമൊക്കെ നമ്മുടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറ, ന്യൂജൻ എന്ന് പറയുന്ന പലരും ഇത് ശരിയാണല്ലോ, എന്തിനാണ് നമ്മൾ ഒരു മതത്തിലായിട്ട് നിൽക്കുന്നത്, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പരലോകമുണ്ടെങ്കിൽ അവിടെ രക്ഷ ലഭിക്കണമെങ്കിൽ ഇന്നത് തന്നെ സ്വീകരിക്കണം എന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ്. പലപ്പോഴും ആളുകൾ എന്താ അറിയോ, ഇതിനൊക്കെ ഖുർആനെ കൂട്ടുപിടിക്കാറുണ്ട്. ഖുർആനിൽ ഒരു ആയത്ത് അങ്ങോട്ട് ഓതാണ്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറാ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹാ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്ത് എന്താ? ആയത്തിന്റെ അർത്ഥം ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, എന്നിട്ട് വല്ലദീന ഹാദു, യഹൂദ മതം സ്വീകരിച്ചവർ, വന്നസ്വാറ, ക്രൈസ്തവ വിശ്വാസം പേറിയവർ, വസ്വാബിഈന, സ്വാബിഈ മതക്കാർ എന്ന് പറഞ്ഞാൽ അവര് നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിലുമൊക്കെ വിശ്വസിക്കുകയും അവയെ ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മതവിഭാഗമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവരെ ആരായിരുന്നാലും ശരി, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് അള്ളാഹിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്നൊക്കെ അങ്ങോട്ട് അർത്ഥം അങ്ങോട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എല്ലാ മതങ്ങളെയും സത്യമായി അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ധാരണ ആളുകൾ വരുത്താറുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്ത് ഓതുമ്പോഴേക്ക് ഖുർആനിൽ അത് പറഞ്ഞു നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കാള പെറ്റു എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന അവിവേകം കാണിക്കാൻ പാടില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം എന്താണ് ഈ ആയത്തിൽ പറയുന്നത്. ഒരായത്ത് പഠിക്കുമ്പോഴേ അതിൻ്റെ അവതരണ പശ്ചാത്തലം, അതിൻ്റെ തൊട്ട് മുമ്പെന്ത്, ശേഷമെന്ത്, അതിൻ്റെ വാചക ഘടന, അതുപോലെ തന്നെ ആ വിഷയം ഖുർആൻ മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കത്തിൽ പറയാണ് എങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, മുഅ്മിനീങ്ങളാകട്ടെ, ജൂതമതക്കാരാവട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, സ്വാബിഈങ്ങളാകട്ടെ, എന്നിട്ടെന്താ പറയുന്നത്? മൻ ആമന ബില്ലാഹ്, ആര് അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, വൽ യൗമിൽ ആഖിർ, അതുപോലെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ, അതിനടിവരയിടണം.
ഈ ആയത്തിൽ തന്നെ പറയാൻ, ആര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ. എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക, എങ്ങനെയാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ വിശ്വസിക്കണം സഹോദരങ്ങൾ. ഒന്നാമത് നിങ്ങൾ നോക്കൂ, ഒരായത്തെടുത്തിട്ട് ആ വിഷയത്തിൽ പിന്നെ ഇത് തന്നെയാണ് ആ വിഷയത്തിലുള്ള കംപ്ലീറ്റ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അതെത്രമാത്രം ബാലിശമാണെന്ന് അറിയുമോ? ഇപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്നുള്ളതൊരു ആയത്താണ്. നമസ്കാരക്കാർക്ക് നാശം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ താഴെ എന്ത് പറയുന്നു, മുകളിൽ എന്ത് പറയുന്നു, നമസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആയത്തുകൾ എന്ത് പറഞ്ഞു, ഇതൊന്നും നോക്കാതെ ആ ആയത്ത് മാത്രം എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഈ ആയത്തിന് പിന്നെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. സത്യത്തിൽ ഈ ആയത്ത് തന്നെ ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിലെന്താ പറയുന്നത്? ഏത് മതക്കാരനാവട്ടെ, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, അള്ളാഹുവിൽ എങ്ങനെയാ വിശ്വസിക്കുക? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? ഇസ്ലാമിനെ കുറിച്ചു, ഈമാനിനെ കുറിച്ച് ചോദിച്ചു, ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു, അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പോ മൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ അൻ തുഅ്മിന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വമലായികതിഹി, അല്ലാഹുവിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ അംബിയ മുർസലീങ്ങളിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാ ഇത് സൂറത്തുൽ ബഖറയുടെ 177 സൂക്തത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസം അവർക്കുണ്ടോ? എല്ലാ മതക്കാർക്കും ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല, സൽക്കർമ്മമോ എപ്പോഴാണ് സൽക്കർമ്മമാകുക? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ മുസ്ലിം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തന്നെ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന അതേ രൂപത്തിൽ അതിനനുസൃതമായിരിക്കണം. നബി പഠിപ്പിച്ച സമയം, അതിൻ്റെ എണ്ണം, അതിൻ്റെ അളവ്, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഒരാൾ ഇത് പിന്നെ ഈ മാസം ജമാഅത്തുൽ ഊലയോ മറ്റുമാണ്, അപ്പൊ ഈ മാസത്തിൽ പോയി ഹജ്ജ് ചെയ്ത് സ്വീകരിക്കോ? ഇല്ല, അതിൻ്റെ സമയമുണ്ട്. അപ്പോൾ ഒരു കർമ്മം പിന്നെ സ്വീകാര്യോഗ്യമാകണമെങ്കിൽ പ്രവാചകന്റെ ചര്യ അതിനനുസൃതമായിരിക്കണം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ലളിത മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 247 വചനം. മഹാനായിട്ടുള്ള ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് അള്ളാഹിന്റെ റസൂല് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ആമൻതു അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന, ദീർഘമായ പ്രാർത്ഥനയാണ്. അതിന്റെ അവസാനത്തിൽ കാണാം അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വനബിയ്യികല്ലദീ അർസൽത എന്ന്. അപ്പോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ച് ഇങ്ങോട്ടൊന്ന് ചൊല്ലിത്തരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ചൊല്ലിയപ്പോ ബിനബിയ്യിക എന്നുള്ള സ്ഥലത്തെത്തിയപ്പോ അദ്ദേഹം ചെയ്തു വറസൂലിക എന്ന് ചൊല്ലി. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചു എന്നുള്ളിടത്ത് റസൂലിൽ വിശ്വസിച്ചു എന്ന് ചെറിയ വ്യത്യാസമാണ്. എന്നിട്ട് പോലും അള്ളാഹിന്റെ റസൂൽ പറയാൻ ലാ ഖാല ലാ, അങ്ങനെയല്ല, വനബിയ്യികല്ലദീ അർസൽത എന്ന് തന്നെ നീ പറയണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ വബി നബിയ്യിക എന്നുള്ളടത്ത് വബി റസൂലിക എന്ന് ചൊല്ലിയത് അള്ളാഹിന്റെ റസൂല് തിരുത്തിയെങ്കിൽ പരലോകത്ത് സൽക്കർമ്മൊക്കെ സ്വീകരിക്കണമെങ്കിൽ അതിന് പ്രവാചകന്റെ ചര്യക്ക് അനുസൃതമായിരിക്കണം. ഒന്നാമത് ഈമാൻ ഉണ്ടായിരിക്കണം. അതില്ലാതെ അവിടെ സ്വീകരിക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ
സൂറ ഇബ്രാഹിം 14-ാമത്തെ അധ്യായം 18-ാമത്തെ സൂക്തം. സഹോദരങ്ങളെ, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വളരെ വ്യക്തമായി കൊണ്ട് പറയുകയാണ്. കേട്ടോളൂ. മസലുല്ലദീന കഫറൂ, സത്യനിഷേധികളുടെ ഉപമ. ആരിലെ എന്താണ് അവരുടെ സത്യനിഷേധം? ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിഷേധം പുലർത്തുന്ന ആളുകൾ. അവരുടെ ഉപമ അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അമലുകൾ കറമാദിൻ, വെണ്ണീർ പോലെയായിരിക്കും എന്നാണ്. ഇഷ്തദ്ദത് ബിഹിർരിഹു ഫീ യൗമിൻ ആസിഫിൻ, ശക്തമായൊരു കൊടുങ്കാറ്റിന്റെ ദിവസം. അന്നത്തെ ആ കാറ്റിൽ പാറിപ്പോകുന്ന വെണ്ണീറുകൾ, ആ വെണ്ണീർ പോലെയാണ് അവിശ്വാസികളുടെ പ്രവർത്തനങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. എന്നിട്ട് പറയുന്നു, ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈ, അവർ സമ്പാദിച്ചത് കൊണ്ട് ഒന്നും നേടുക സാധ്യമല്ല. ഹുവല്ലലാലുൽ ബഈദ്, വിദൂരമായ വഴികേടാണ്. നമുക്ക് തോന്നിയേക്കാൻ ചിലപ്പോഴേ നമ്മൾ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയോ പാർട്ടിയുടെയൊക്കെ നേതാവായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പം അവർക്കൊക്കെ സ്വർഗം കിട്ടണം എന്ന് അവർ ഇസ്ലാമിൽ വന്നാൽ, അങ്ങനെ ജീവിച്ചാൽ അള്ളാഹു തൃപ്തിപ്പെടുകയാണെങ്കിൽ കിട്ടും. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ, ഈമാൻ സ്വീകരിക്കാതെ അവർക്കൊക്കെ സ്വർഗം കിട്ടണം എന്നുള്ള ചിന്ത, അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ, അതൊക്കെ വളരെയധികം അബദ്ധമാണ്. നിങ്ങൾ നോക്കൂ, ദമ്പതികളിൽ ഒരു സ്ത്രീയും പുരുഷനും, ഒരു ഹിന്ദു സ്ത്രീ, അതുപോലെ അതിൻ്റെ ഭർത്താവ്, അവർക്ക് ഒരു മുസ്ലിം കുട്ടിയെ കിട്ടുക, ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി മുസ്ലിം കുട്ടിയാണ് എന്നവർക്കറിയാം. അവരെന്ത് ചെയ്തു? ആ കുട്ടിയെ വളർത്തുകയാണ്. ആ കുട്ടിയെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നില്ല. ആ കുട്ടി, ഇവർ ഹിന്ദു വീട്ടിൽ നിന്ന് ഹിന്ദുക്കളായി ജീവിക്കുമ്പോൾ ഈ കുട്ടിയെ മദ്രസയിൽ വിടുന്നു. അങ്ങനെ മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, പഠനം, വിവാഹം ഒക്കെ ഇസ്ലാമിക രീതിയിൽ. രക്ഷിതാക്കളുടെ സ്ഥാനത്താരാ? ഹിന്ദുക്കൾ. നമ്മൾ മനസ്സിലാക്കണം, എത്ര വലിയ നന്മയാണ്. പ്രത്യേകിച്ച് ഈ കെട്ട കാലം എന്നാണല്ലോ പറയുക. അങ്ങനെയൊക്കെ ആണെങ്കിലും പരലോകത്ത് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ദുനിയാവിൽ അവർക്ക് നന്മ ലഭിച്ചേക്കാം, പരലോകത്ത് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, അതിനുള്ള ഉത്തരമാണ് എത്രയോ ആയത്തുകളുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരായത്ത് കൂടെ ഞാൻ കേൾപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 24-ാം അധ്യായം സൂറത്തുന്നൂർ, അതിന്റെ 39-ാമത്തെ സൂക്തം. വല്ലദീന കഫറൂ, അവിശ്വാസികൾ, അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. മരുഭൂമിയിൽ പോകുമ്പോഴേ, വെയിലത്ത് ദാഹിച്ച് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ, വിദൂരത്തേക്ക് നോക്കുമ്പോൾ, വെള്ളം ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങകലെ വെള്ളമുണ്ട് എന്ന് തോന്നും. പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ ആ ദിക്കിലേക്ക് നടക്കുകയാണ്. കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് അവിടെ എത്തുമ്പോൾ വെള്ളം കണ്ടതായി നമ്മൾ തോന്നിയ സ്ഥലമുണ്ടല്ലോ, അവിടെ ഒന്നും കണ്ടെത്തുകയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറയാണ്, ദാഹിച്ചവരത് വെള്ളമാണെന്ന് വിചാരിക്കും. അങ്ങനെ അതിനകത്ത് അടുത്തെത്തുമ്പോൾ ഒന്നും കണ്ടെത്തുകയില്ല. ആരെ കുറിച്ചാണ് അത് പറയുന്നത്? വല്ലദീന കഫറൂ അഅമാലുഹും, സത്യനിഷേധികളുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ് എന്നാണ്. സഹോദരങ്ങളെ, അബൂലഹബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂലഹബ് ആരാ? അബൂലഹബ് നശിക്കട്ടെ എന്ന് പ്രപഞ്ചത്തിന്റെ നാഥന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞ രണ്ട് കൈകൾ മാത്രമല്ല, അബൂലഹബ് സമ്പൂർണമായി നശിക്കട്ടെ എന്നാണ് ഇതിന്റെ താല്പര്യം. ആ അബൂലഹബിന് പോലും നരകത്തിൽ
ദുനിയാവിൽ അദ്ദേഹം ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നരകത്തിൽ ശീതളപാനീയം കിട്ടുന്നു എന്ന് പിന്നെ ചില വചനങ്ങളുണ്ട്, ചില വചനങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ശരിയോ തെറ്റോ സംശയം വേണ്ട, അത് തെറ്റാണ്. കാരണം അവിശ്വാസിക്ക്, ബഹുദൈവ വിശ്വാസിക്ക്, സത്യനിഷേധിക്ക് പരലോകത്ത് അത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇവിടെ സീറ്റുണ്ട്. അപ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സംശയം അവശേഷിക്കാത്ത വണ്ണം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മനോമുഖിരത്തിലേക്ക് ഇട്ടുതരുന്നു. 3-ാം അധ്യായം 19-ാം സൂക്തം എല്ലാവരും മനഃപ്പാഠമാക്കണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക പരിശുദ്ധ ഇസ്ലാം മതം മാത്രമായിരിക്കും എന്നാണ്. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, അതേ അധ്യായത്തിലെ 85-ാമത്തെ സൂക്തം, ഇസ്ലാം അല്ലാത്തത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും പ്രത്യയശാസ്ത്രം മതമായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലൻ യുക്ബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയേ ഇല്ല എന്നാണ്. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്നുള്ളതാണ്. വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഖുർആൻ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം, മൂസാ നബിക്ക് കിട്ടിയിട്ടുള്ള തൗറാത്ത്, ഈസാ നബിക്ക് കിട്ടിയിട്ടുള്ള ഇഞ്ചീൽ, അതിനെയൊക്കെ സത്യപ്പെടുത്തി വന്നിട്ടുള്ള ഗ്രന്ഥമാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ച റബ്ബ് തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് എന്നെ കുറിച്ച് ആര് കേൾക്കുന്നുവോ, യഹൂദിയുൻ വലാ നസ്റാനിയുൻ, അത് ജൂതനോ ക്രിസ്ത്യാനിയോ ആവട്ടെ, ആര് എന്നെ കുറിച്ച് കേൾക്കുന്നുവോ, സുമ്മ യമൂതു വല യുമിൻ ബില്ലദീ ഉർസിൽതു ബിഹി, എന്നിട്ട് അവൻ മരണപ്പെട്ടു പോകുകയാണ് എന്നിൽ വിശ്വസിക്കാതെ, അതുപോലെ എന്നെ നിയോഗിച്ചവനിൽ വിശ്വസിക്കാതെ, അല്ലാഹുവിൽ വിശ്വസിക്കാതെ, ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശികളിൽ പെട്ടുപോകും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. വളരെ ഞാൻ ചുരുക്കുകയാണ്. ഒട്ടേറെ അബദ്ധങ്ങള് നമുക്കറിയാം. എന്തായിരുന്നു ജൂത സമൂഹത്തിന്റെ വിശ്വാസം? നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്നായിരുന്നു ജൂത സമൂഹത്തിന്റെ വിശ്വാസം എന്ന് 5-ാം അധ്യായം 18-ാം സൂക്തത്തിൽ പറയുന്നു. 9-ാം അധ്യായം 30-ാം സൂക്തത്തിൽ പറയുന്നത്, വകാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ പുത്രനാണ് ഉസൈർ എന്ന് പറഞ്ഞു. വകാലത്തിന്റെ സ്വാറാൽ മസീഹ് ഇബ്നുല്ലാഹ്, അതേ സൂക്തത്തിൽ പറഞ്ഞു ക്രൈസ്തവർ മസീഹ് ഈസ അല്ലാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. അതെന്താ? അത് കുഫറിന്റെ വാക്കാണ്. അതുകൊണ്ടാണ് ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, അല്ലാഹു തന്നെയാണ് മസീഹ് എന്ന് പറയുന്നവർ കഫറ, നിഷേധിച്ചു എന്ന് സൂറത്തുൽ മാഇദ 17-ൽ പറയുന്നത്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, ത്രിയേകത്വം പറയുന്ന, അള്ളാഹു മൂവരിൽ ഒരുവനാണ് എന്ന് പറയുന്ന ആളുകളും അവിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, പരലോകത്ത് വിജയം വേണോ? ഈമാനോടുകൂടെ വിശുദ്ധ ഖുർആനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവാചക ചര്യക്കനുസൃതമായി കൊണ്ട് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ പരലോകത്ത് മോക്ഷം ലഭിക്കുകയുള്ളൂ, സ്വർഗം നേടാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഓരോ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാഥാ നേർവഴിയിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കോപത്തിന് വിധേയരായിട്ടുള്ള, അതുപോലെ തന്നെ മാർഗഭ്രംശം സംഭവിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലല്ല, പ്രവാചകന്റെയും അനുചരന്മാരുടെയും മാർഗത്തില് ഞങ്ങളെ വഴി നടത്തണമേ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആന് ഒരു തവണയെങ്കിലും വായിക്കുന്ന ആൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും. സർവമതങ്ങളും സത്യമാണെന്ന് അംഗീകരിക്കുന്നത് ഹിമാലയൻ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതേ അവസരത്തിൽ
മറ്റുള്ള മതക്കാരോട്, മറ്റുള്ള ആശയക്കാരോട് അവരിത് സ്വീകരിച്ചില്ല എങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊക്കെ നല്ല രൂപത്തിലാണ് നിലകൊണ്ടത്. ഹിജ്റ പോയ ഘട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് വരുന്ന അവിശ്വാസിയാണ് വഴി കാണിച്ചത്. പ്രവാചകന് വിയോഗം പ്രാപിക്കുമ്പോൾ ഒരു ജൂതന്റെ അടുക്കലാണ് പടയം വെച്ചത്. അപ്പോ നമ്മുടെ അയൽപ്പക്കത്ത് ഒരു അവിശ്വാസിയുണ്ട്, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, അവന് രക്തം വേണോ, രക്തം കൊടുക്കേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ മുസ്ലിമായ റബ്ബിന് മാത്രം സുജൂദ് ചെയ്യുന്ന നിരക്ക് രക്തം കൊടുക്കാൻ വിരോധമില്ല. കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹിനയിലെ ആയത്ത് അത് പഠിപ്പിക്കുന്നത് എന്താ? നിങ്ങളെ മതത്തിന്റെ പേരിൽ അതുപോലത്തെ നിങ്ങളെ ഭവനത്തിൽ നിന്ന് പുറത്താക്കാത്ത ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളോട് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളെ ഭവന ഭേദനം നടത്താത്ത അങ്ങനെയുള്ള ആളുകളോട് നന്മ ചെയ്യുന്നതിന് അല്ലാഹു വിരോധിക്കുന്നില്ല എന്നാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിം മരിക്കുമ്പോൾ അവൻ അവയവദാനം ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. അതാ അവന്റെ ഹൃദയം പോലും ഒരു അവിശ്വാസിക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അത് നിർബന്ധ ഘടകമാണെങ്കിൽ അതാകാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള സഹവർത്തിത്വം ഒക്കെ, അങ്ങനെയുള്ള നന്മകൾ ശരി, അതൊക്കെ സ്വാഗതാർഹമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള നന്മകൾ പൂക്കുന്ന ഒരു ലോകം, അതാണ് ഇസ്ലാമിന്റെ നന്മ. പക്ഷേ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നുള്ള അധ്യായം പഠിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കളഞ്ഞു കുളിച്ചുകൊണ്ട്, അത് ചെവിട്ടി മെതിച്ചുകൊണ്ട്, അത് കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാതും ശരിയാണ്, ഏത് സ്വീകരിച്ചാലും പരലോകത്ത് രക്ഷ കിട്ടും എന്നുള്ള വിശ്വാസം അത് മൂഢമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, പരലോക വിജയം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. പരിശുദ്ധനായ അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകൻ ഷമീൽ, മുക്കത്തുള്ള ഷമീൽ സാഹിബ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർവശക്തനായ കരുണാമയനായ ജഗന്നിയന്താവായ അല്ലാഹു തആല ആ മാതാവിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് അവർക്ക് ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ പല സഹോദരീ സഹോദരങ്ങളും പിന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്, അല്ലാത്തവരുണ്ട്, ഞങ്ങൾ അറിയുന്നവരുണ്ട്, ഞങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ട്. റഹ്മാനായ നാഥ, അവർക്ക് എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഈമാനോടുകൂടെ ജീവിച്ച് നിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ ദുനിയാവെന്ന് വിട പറയുന്ന സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയാണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം വർഹംനാ ഇന്നക അൻത അർഹമുർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.